എല്ലാവർക്കും അതിന് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കണത്. കാരണം അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ജനം കൂടുന്നുണ്ടെങ്കിൽ നമ്മളാണ് ഉത്തരവാദി. അവിടുത്തെ ആൾക്കാർ അറിയിക്കണം. ശരിക്കും പുള്ളിക്കാരൻ ഇങ്ങനെ തിയേറ്ററിൽ വരുന്നുണ്ട് എന്ന് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ക്രൗഡ് അധികമാകും, അതുകൊണ്ട് തന്നെ ഈ ഷോയ്ക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്നൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് പോയെന്ന് പറയുന്നത് പുള്ളിക്കാരൻ. അതുകൊണ്ടാണ് കേസ് എടുത്തത് എന്ന് പറയുന്നുണ്ട്. അതായത് അവരോട് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ലല്ലോ ഓരോരുത്തർ തീരുമാനം എടുക്കാം. അപ്പം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഈ അമ്പലത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടമാണ്, ഞാൻ വരും ആണ്. പക്ഷേ സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതില്ലേ? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പോൾ ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ അമ്പലത്തിൽ പോയി തൊഴാറുണ്ട്, ഞാൻ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞ പോലെ അത് ചോദ്യം ചെയ്യാൻ ആർക്കും റൈറ്റ് ഇല്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ആർക്കും എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ലൈഫിൽ. ഇത് എന്തെങ്കിലും സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഇങ്ങനത്തെ ഈ ഒരു തീർച്ചയായിട്ടും ഇല്ല. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും രീതിയിൽ അർജുനെതിരെ ഒരു ക്യാമ്പയിൻ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആരുടെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിനെതിരെയൊക്കെ എന്ത് ക്യാമ്പയിൻ കൊടുത്തിട്ടൊക്കെ എന്ത് കാര്യം? കാരണം അത്രയും മുകളിൽ നിൽക്കുന്ന ആൾക്കെതിരെ നമുക്ക് അങ്ങനെ ഒരാളെയല്ലോ 14 ദിവസം റിമാൻഡിൽ വയ്ക്കാന്നുള്ള രീതിയിൽ ന്യൂസൊക്കെ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടത് അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലേ ഓരോ തോന്നിയവാസങ്ങൾ അത് എതിർത്ത് കടന്നു വരാനുള്ള നമ്മളെക്കാളും കൂടുതൽ ശക്തിയും ബുദ്ധിയും കഴിവും സ്വാധീനവും എല്ലാം ഉള്ള ഒരാളാണ് അല്ലു. അദ്ദേഹം സിമ്പിളായിട്ട് അത് പോന്നു പോകും. കാരണം ഇപ്പോൾ ചിലപ്പോൾ അത് സിമ്പിളായിട്ടത് അതിനകത്തേക്ക് വഴങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എളിമത്തം എന്ന് ഞാൻ പറയാം. കാരണം സിമ്പിളായിട്ട് ഞാനത് ഓക്കെ റെഡി, നിങ്ങളത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളത് നോക്കിക്കോളൂ, നമ്മൾ ചെയ്തിട്ടില്ല ഇത് പറയാനുള്ള ഒരു കാര്യം അദ്ദേഹത്തിനുണ്ട്. അത് തെളിയിക്കാനുള്ള അർഹതയുണ്ട് ആൾക്ക്. അതുകൊണ്ടാവാം, മനസ്സിലായോ? നമ്മൾ പല കാര്യങ്ങളും ചിൻഡു എന്ന് പറയുന്ന പേഴ്സൺ ഇതിനെ ഓപ്പോസിറ്റാണ് അറസ്റ്റ് ചെയ്തതിന്. അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, തീർച്ചയായിട്ടും ഇല്ല. ശക്തമായിട്ട് ഇതിനെ എതിർക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും നല്ലൊരു അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയോ ആൾക്കാരോട് കിടക്കണം, എന്തെല്ലാമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെ അറസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇനിയായാലും ഇവിടെ വരാൻ പോകേണ്ട നിയമമാട്ടോ. ഇത് കണ്ടോ, ഞാൻ വരാൻ പോകേണ്ട നിയമം ഞാൻ പറയാൻ പോണത്. ഇപ്പോൾ ഒരു പെണ്ണ് തന്നെ ഒരു ആളെ കുറിച്ച് പറഞ്ഞു അപ്പം തന്നെ പോയി അറസ്റ്റ് നടക്കണം അല്ലേ? അദ്ദേഹത്തിൻ്റെ കാലിബർ അവിടെ പോവാണ്, പ്രശ്നങ്ങളാവണം, ലൈഫാവണം. ആ നിയമം തന്നെ ഇപ്പോൾ മാറും, ഉടനെ മാറും. ഞാൻ പറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും വലിയ വലിയ കോടതിയിൽ നടക്കുന്നുണ്ട്, എനിക്കറിയാം. കാരണം അത് അന്വേഷിച്ചിട്ട് അത് ചെയ്തത് ആ പെൺകുട്ടി കൊടുത്ത പരാതി തെറ്റാണെന്ന് അറിഞ്ഞാൽ ആ പെൺകുട്ടീനെ ആയിരിക്കും അറസ്റ്റ് ചെയ്യുമ്പോൾ ഇനി മുതൽ, മനസ്സിലായോ? അത് തിരിച്ചായിരിക്കും. അപ്പോൾ അത് കാരണം ഇത്രയും നാൾ ചെയ്ത സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഒരു സെലിബ്രിറ്റിയുടെ ഒരു കാലിബർ കളയുന്ന സാധനമാണ്. അല്ലെങ്കിൽ ഒരു മറ്റുള്ള ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു പെൺകുട്ടികളോടൊന്നും സംസാരിക്കാനും ഇതിന് പേടിയുള്ള ഒരു സമൂഹമായി മാറിയിരുന്നു. അതിനെതിരെ നിയമം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വരുന്നുണ്ട്.